നമസ്കാരം, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡിഗ്രി പ്രിലിംസിനായാലും നമ്മുടെ 10th ലെവൽ എക്സാമിനായാലും ഒഴിച്ചുകൂടാനാകാത്ത ഭാഗം. ഡിഗ്രി പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം 10 മാർക്കോളം വീണ് കിടക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം ഏതാണ്? നമ്മുടെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ. അപ്പൊ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ പലർക്കും എന്ത് പഠിക്കണം എന്നൊരു കൺഫ്യൂഷൻ ആണ്. ആ സംശയം നിങ്ങൾക്ക് അവസാനിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. നോക്കിക്കേടെ, ഒന്നാമത്തെ ചോദ്യം, സംഗീത നൈഷാദം ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതു വ്യക്തിയുമായിട്ടാണെന്നാണ് ഈ ഒരു ചോദ്യം. അതായത് അത് എഴുതിയത് ആര് എന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ പൊന്നിക്കര റാഫി, ഓപ്ഷൻ ബി TC അച്യുതമേനോൻ, സി PK കൊച്ചിപ്പൻ തരകൻ, ഡി ജോർജ് മാത്തൻ. ആരാടെ സംഗീത നൈഷാദം എഴുതിയത്? ആരാണ് എഴുതിയത്? ഇത് 75/2021 ചോദ്യപേപ്പറാണ്. 75/2021 സംഗീത നൈഷാദം എഴുതിയത് ആരാണ്? TC അച്യുതമേനോനാണ്. TC അച്യുതമേനോനാണ് സംഗീത നൈഷാദം എഴുതിയത്. ഓക്കെ, ക്ലിയർ അല്ലേ? സംഗീത നൈഷാദം എഴുതിയത് TC അച്യുതമേനോനാണ്. അടുത്ത ചോദ്യം നോക്കിയേ, 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആര്? ഇത് ഇങ്ങനെയും വരാം, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ സംഗീത നൈഷാദം, ആ ടൈമിൽ അതൊരു കറണ്ട് അഫയേഴ്സ് ഫാക്ട് ആണ്. സംഗീത നൈഷാദം എഴുതിയത് ആര് എന്ന് മാത്രം വരാം. അപ്പൊ നമുക്ക് ഇങ്ങനെ വരാം, മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആര്? എപ്പോഴും നമ്മുടെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾക്ക് അത് ഈ ക്ലാസ് കഴിയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പൊ 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നമുക്ക് വേണ്ടതാണ്. ആരാണ് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത്? ആരാണ്? EV രാമകൃഷ്ണൻ. EV രാമകൃഷ്ണന്റേതാണ് മലയാളത്തിന്റെ ദേശകാലങ്ങൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി പഠിക്കണം. അതായത് 23 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നമുക്ക് തന്നു. അപ്പൊ ഇതൊരു ഹിന്റ് ആണല്ലേ, ഇതൊരു സൂചനയാണ്. 24 പഠിക്കൂ. 2024 പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിന് K ജയകുമാർ. ആരാണ്? K ജയകുമാർ. 2024 വളരെ ലേറ്റസ്റ്റ്. നമ്മൾ എന്താണ് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു പോയി. 2025 മായാമനുഷ്യൻ എന്ന നോവൽ. മായാമനുഷ്യൻ ആരാണ് എഴുതിയത്? നമ്മൾ കണ്ടില്ലായിരുന്നോ പട്ടണപ്രവേശം സിനിമയിലെ തിലകന്റെ കഥാപാത്രം കൂട്ടുകാരനോട് പത്രം വിടർത്തി വെച്ച് ചോദിക്കുന്നു, എന്റെ പ്രഭാകര നിനക്കും കിട്ടിയോ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്? ആരാണ്? N പ്രഭാകരൻ. നമ്മുടെ തിലകൻ ഒളിച്ചു താമസിക്കില്ലേ, അവിടെ നമ്മുടെ കൂട്ടുകാരനില്ലേ, N പ്രഭാകരനാണ്. എന്റെ അക്ഷരം അത്ര നല്ലതല്ല. 2025 മായാമനുഷ്യൻ N പ്രഭാകരൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. ക്ലിയർ അല്ലേ? 2024 പിങ്കളകേശിനി K ജയകുമാർ, 2025 മായാമനുഷ്യൻ N പ്രഭാകരൻ. അപ്പോ അങ്ങനെയെങ്കിൽ നിങ്ങളോട് എന്റെ ചോദ്യം, നിങ്ങൾ ഇതൊന്ന് കമന്റ് ചെയ്യുക, എന്റെ ആൻസർ കമന്റ് ചെയ്യുക. നമ്മുടെ കുറച്ച് വിവാദമായ ഒരു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഉണ്ടായിരുന്നു. കേന്ദ്ര സാഹിത്യ യുവ പുരസ്കാരം അഖിൽ P ധർമ്മജൻ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അഖിൽ P ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം ലഭിച്ച വർഷം നിങ്ങൾ കമന്റ് ചെയ്യുക. അതേ വർഷം തന്നെ പെൻഗിനുകളുടെ വൻകര എന്ന നോവലിന് ബാലസാഹിത്യ പുരസ്കാരം ആർക്ക് ലഭിച്ചു? ശ്രീജിത്ത് മുത്തേടത്തിന് ലഭിച്ചു. അപ്പൊ ആ വർഷം 2024 25 എല്ലാവരും കമന്റ് ചെയ്യുക കേട്ടോ. അത് നിങ്ങൾക്കുള്ള ടാസ്ക് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? ഓപ്ഷൻ എ കപിൽ ദേവ്, ബി സച്ചിൻ ടെണ്ടുൽക്കർ, സി രോഹിത് ശർമ്മ, ഡി വീരേന്ദ്ര സേവാങ്. അപ്പൊ നമ്മുടെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് സ്പോർട്സിൽ നമുക്ക് ക്രിക്കറ്റ് എടുത്ത് പറയുകയാണെങ്കിൽ PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ആരെ പറ്റിയാടെ? നമ്മുടെ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറിനെ പറ്റി തന്നെയാണ്. അപ്പോൾ ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആണ് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ. ലോകകപ്പ് ക്രിക്കറ്റിൽ സെഞ്ചുറി
നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ കപിൽ ദേവിന്റെ കാര്യം പറയണം. 2025 ക്രിക്കറ്റിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ വരും. കാരണം എന്താണ്? ICC ചാമ്പ്യൻസ് ട്രോഫി കിരീടം നമ്മുടെ രാജ്യം നേടിയ വർഷമാണ് അല്ലേ? അതുപോലെ ഈ വർഷവും നമ്മൾ 2020 ലോകകപ്പ് കിരീടം അണിഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും ക്രിക്കറ്റിൽ നിന്നും ചോദ്യങ്ങൾ വരും. നിങ്ങൾ കൃത്യമായിട്ടും ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു പോർഷൻ കൃത്യമായി പഠിച്ചു വെക്കുക. അതുപോലെ നമുക്ക് സ്പോർട്സിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖല ചോദിച്ചാൽ നമ്മുടെ ഹോക്കിയാണ്. ഹോക്കി ഇന്ത്യ രൂപീകൃതമായിട്ട് 100 വർഷം 2025 നവംബർ 7 ആയിട്ടുണ്ട്. അപ്പോൾ ഹോക്കിയും ക്രിക്കറ്റും ഹോട്ട് ടോപ്പിക് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീം. അപ്പൊ എന്തുകൊണ്ട് ഈ ചോദ്യങ്ങൾ വന്നു എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം അത് തന്നെയാണ്. 2025 നവംബർ 7 നമ്മുടെ ഹോക്കി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ രൂപീകൃതമായിട്ട് 100 വർഷം ആയി. അപ്പോൾ ആ ഒരു വാർഷികത്തോടനുബന്ധിച്ചാണ് ഇത്തരം ചോദ്യങ്ങൾ കറങ്ങിത്തിരിഞ്ഞു വരുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ, അതുപോലെ തന്നെ 2024 ഒളിമ്പിക്സിൽ നമുക്ക് വെങ്കല മെഡൽ കിട്ടിയിട്ടുണ്ടല്ലേ? വർഷങ്ങൾക്ക് ശേഷമാണ് ഹോക്കിയിൽ ഇന്ത്യ ഒരു മെഡൽ നേടുന്നത്. അതും ഇവിടെ ഒരു കാരണമാണ്. കണക്ട് ചെയ്ത് റിലേറ്റ് ചെയ്ത് തന്നെ പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ ആദ്യത്തേതെന്ന് പറയുമ്പോൾ വർഷം ഏതായിട്ട് വരും? 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ് ഇന്ത്യ ആദ്യമായിട്ടൊരു ഹോക്കി ടീമിനെ ഇറക്കുകയും ഇന്ത്യ ആദ്യമായി തന്നെ ഹോക്കിയിൽ ഗോൾഡ് മെഡൽ നേടുകയും ചെയ്യുന്നു. 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സ്. തുടർന്ന് എത്ര ഗോൾഡ് മെഡലുകളാണ് ഇന്ത്യക്ക് ഹോക്കിയിൽ ലഭിച്ചിരിക്കുന്നത്? എത്രയാണ്? 8 മെഡലുകളാണ് ഇന്ത്യക്ക്. 8 ഗോൾഡ് മെഡലുകളാണ് ഹോക്കിയിൽ ഇന്ത്യ ഒളിമ്പിക്സിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. അവസാനത്തെ ഗോൾഡ് മെഡൽ, ആദ്യത്തെ ഗോൾഡ് മെഡൽ 28 അവസാനത്തെ ഗോൾഡ് മെഡൽ ലഭിച്ചത് 1980 ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഹോക്കിയെ പറ്റി പഠിച്ചു വെക്കുക. അപ്പോൾ ആരായിരുന്നു നമ്മളെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി നമ്മൾ ആ ഒരു സ്വർണ്ണ മെഡൽ നേടുമ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ, നമ്മുടെ നായകൻ ആരായിരുന്നു ചോദിച്ചാൽ ജയ്പാൽ സിംഗ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ജയ്പാൽ സിംഗ് ആണ്. ജയ്പാൽ സിംഗ്. നോക്കിക്കേ, 32/2025 2025 ചോദ്യപേപ്പറാണ്. ഇങ്ങനെ വേണം നമ്മൾ ആർട്സും സ്പോർട്സും ലിറ്ററേച്ചർ പഠിക്കാൻ. റാങ്ക് ഫയൽ നോക്കിയാൽ ഒരുപാട് ഏരിയ ഉണ്ടാകും. നമുക്ക് കാണുമ്പോൾ തന്നെ തല കറങ്ങും. ഇത് ഞാൻ എന്ന് പഠിച്ചു തീരും എന്നൊരു ചോദ്യം നമുക്ക് മുന്നിൽ വരും. പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ മെഡൽ നേടി 2024 25 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം. അതുപോലെ തന്നെ 100 വർഷവും തികഞ്ഞു. അതും ഇവിടെ ഒരു ഫാക്റ്റ് ആണ്. പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം നോക്കിക്കേ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പോൾ ഇങ്ങനെ പ്രസ്താവന വരുമ്പോൾ ശരിയോ തെറ്റോ എന്ന് നമ്മൾ ആദ്യം ഉറപ്പിച്ചു വെക്കുക. ശരിയായ പ്രസ്താവന: ഭാരത സർക്കാരിന്റെ ജിയോഗ്രഫിക്കൽ പേറ്റന്റ് ടാഗ് ആദ്യമായി ലഭിച്ചത് ആറന്മുള കണ്ണാടിക്കാണ്. JC ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വനിത ആറന്മുള പൊന്നമ്മയാണ്. ഒളിമ്പിക്സ് ഫുട്ബോൾ ടീമിൽ അംഗമായ ആദ്യ മലയാളി കായിക താരമാണ് തോമസ് മത്തായി വർഗീസ്. പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ആറന്മുളയാണ്. അപ്പൊ ഇത് ഒരു മേഖലയിൽ നിന്നല്ല, സ്പോർട്സ് ഉണ്ട്, കൾച്ചർ ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഭാരത സർക്കാരിന്റെ ജിയോഗ്രഫിക്കൽ പേറ്റന്റ് ടാഗ് ആദ്യമായി ലഭിച്ചത്, ഇങ്ങനെ ആദ്യമായി കിട്ടിയ കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ചു വെക്കുക. ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. JC ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വനിത, ആദ്യമായി നമുക്ക് അവാർഡ്സ് പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഡാനിയൽ അവാർഡ് അല്ലെ. ആദ്യമായി ലഭിച്ച വനിത ആരാണ്? നമ്മുടെ ആറന്മുള പൊന്നമ്മയാണ്. ശരിയാണ്, ആറന്മുള പൊന്നമ്മ. അപ്പൊ ആദ്യത്തെ ചോദിക്കുമ്പോൾ രണ്ടാമത്തേത് പഠിച്ചു വെക്കുക. 2018 നടി ഷീലയ്ക്കാണ് രണ്ടാമത് ലഭിക്കുന്നത്. രണ്ടാമത്തെ വനിത. മൂന്നാമതും അവസാനവുമായി ലഭിച്ച് 2024 ആർക്കായിരുന്നു? ശാരദ. 2024 ശാരദയ്ക്കായിരുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് കുറച്ച് മുന്നേ ഉള്ള ഒരു 4 വർഷം നമുക്കൊന്ന് പഠിച്ചു വെക്കാം. 2021 മുതൽ തുടങ്ങിയാൽ 2021 KP കുമാരൻ, 2022 TV ചന്ദ്രൻ, 2023 ചോദിക്കും ഷാജി N കരുൺ. വളരെ റീസെന്റ് ആയിട്ട് അന്തരിച്ച വ്യക്തിയാണ് ഷാജി N കരുൺ. 2023 ഷാജി N കരുൺ. 2024 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആരാണ്? ശാരദ. 2024 നടി ശാരദ. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 3 ഒളിമ്പിക് ഫുട്ബോൾ ടീമിൽ അംഗമായ ആദ്യ മലയാളി കായിക താരം ആരാണ്?
തോമസ് മത്തായി വർഗീസ്. അപ്പൊ ഒളിമ്പിക്സ് നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കുക, വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ആറന്മുളയാണ്. ഇവിടെ നമുക്കൊരു സംശയവുമില്ല, വളരെ വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ എന്താണ്, എല്ലാം ശരിയല്ലേ? എല്ലാം ശരിയാണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി, എല്ലാം ശരിയാണ് ഇവിടത്തെ ഉത്തരമായി വരുന്നു. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. എന്തുകൊണ്ട് ICCയുമായി ഒരു ചോദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് 2025 ICC ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയത് നമ്മുടെ രാജ്യമാണ് അല്ലേ? അപ്പൊ ഇവിടെ പ്രസ്താവന പറയുമ്പോൾ റൗണ്ട് ചെയ്ത് വെക്കുക. ഇവിടെ നോക്കിയേ, തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് 2002, 2013, 2025 എന്നീ വർഷങ്ങളിൽ ഇന്ത്യ ജേതാക്കളായി. ഇന്ത്യയെ പോലെ 3 തവണ കിരീടം നേടിയ മറ്റൊരു ടീം ഓസ്ട്രേലിയയാണ്. സൗത്ത് ആഫ്രിക്ക ഒരിക്കൽ പോലും കിരീടം നേടിയിട്ടില്ല. ന്യൂസിലാൻഡ് കിരീടം നേടിയ വർഷം 2000 ആണ്. 2002, 2013, 2025 എന്നീ വർഷങ്ങളിൽ ഇന്ത്യ ജേതാക്കളായി. ശരിയാണ്, ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. 2025 നമ്മൾ നേടിയത് കൊണ്ട് തന്നെ കൃത്യമായിട്ടും ഇന്ത്യ ഏതൊക്കെ വർഷങ്ങളിൽ ICC ചാമ്പ്യൻസ് ട്രോഫി നേടിയെന്ന് പഠിച്ചു വെക്കുക. 2002, 2013, 2025. ഇന്ത്യയെ പോലെ 3 തവണ കിരീടം നേടിയ മറ്റൊരു ടീമാണ് ഓസ്ട്രേലിയ. 3 തവണ. ഇവിടെ നിങ്ങൾ ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. 3 തവണ ICC ചാമ്പ്യൻസ് ട്രോഫി നേടിയ ഒരേ ഒരു രാജ്യം അത് ഇന്ത്യയാണ്. 3 തവണ ICC ചാമ്പ്യൻസ് ട്രോഫി. അപ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ 2 തെറ്റാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. 2 തെറ്റാണ്. അതുപോലെ നമുക്ക് പറയാവുന്നതാണ് 2020 ലോകകപ്പ്, പുരുഷ ലോകകപ്പ് 3 തവണ നേടുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. തുടർച്ചയായി 2 തവണ നേടുന്ന ഒരേ ഒരു രാജ്യവും ഇന്ത്യയാണ്. അപ്പൊ നമുക്ക് അതറിയാമെങ്കിൽ മാത്രം ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ 2 തെറ്റാണ്. സൗത്ത് ആഫ്രിക്ക ഒരിക്കൽ പോലും കിരീടം നേടിയിട്ടില്ല. തെറ്റായിട്ടുള്ള കാര്യമാണ്. സൗത്ത് ആഫ്രിക്ക 998 കിരീടം നേടിയ ടീമാണ്. ന്യൂസിലാൻഡ് കിരീടം നേടിയ വർഷം 2000 ആണ്. 2000 ന്യൂസിലാൻഡ് ഇന്ത്യയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ICC ചാമ്പ്യൻസ് ട്രോഫി നേടിയിട്ടുണ്ട്. അത് ശരിയാണ്. 2025 ഫൈനലിൽ ഇന്ത്യ ന്യൂസിലാൻഡിനെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പൊ തെറ്റിയിരിക്കുന്നത് 2ഉം 3ഉം ആണ്. അപ്പോൾ ഇവിടെ ഉത്തരമായി വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, 2, 3 തെറ്റ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അതേ പ്രസ്താവന ശരിയായത്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്രിസ്റ്റി കോവൻട്രി. അവരുടെ ജന്മദേശം നമീബിയയാണ്. ഈ പദവിയിലെത്തുന്ന ആദ്യ ആഫ്രിക്കൻ വംശജയാണ്. മുൻ ഒളിമ്പിക് ബാഡ്മിന്റൺ താരമാണ് ക്രിസ്റ്റി കോവൻട്രി. ക്രിസ്റ്റി കോവൻട്രി നമ്മുടെ IOC അധ്യക്ഷയായി തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമ്മൾ അതിനെപ്പറ്റി കൃത്യമായിട്ടും അവരെ പറ്റി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്രിസ്റ്റി കോവൻട്രി. IOCയുടെ 10ാമത് അധ്യക്ഷയാണ്. നോട്ട് ചെയ്ത് വെക്കുക, IOCയുടെ 10ാമത് അധ്യക്ഷയാണ്. അവരുടെ ജന്മദേശം സിംബാബ്വേയാണ്, നമീബിയയല്ല, സിംബാബ്വേയാണ് നമ്മുടെ ക്രിസ്റ്റി കോവൻട്രിയുടെ ജന്മദേശം. സിംബാബ്വേയാണ്. ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വംശജയാണ്. ശരിയാണ്, ആദ്യത്തെ ആഫ്രിക്കൻ വംശജയാണ്. അപ്പൊ 2 തെറ്റും നമുക്ക് കിട്ടി. മുൻ ഒളിമ്പിക് ബാഡ്മിന്റൺ താരമാണ് ക്രിസ്റ്റി കോവൻട്രി. തെറ്റായിട്ടുള്ള കാര്യമാണ്. സിംബാബ്വേയുടെ നീന്തൽ താരമാണ് ക്രിസ്റ്റി. അപ്പൊ 4ഉം തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ ക്രിസ്റ്റിയെ പറ്റി പഠിച്ചു വെക്കുക. ക്രിസ്റ്റി കോവൻട്രി IOCയുടെ 10ാമത് അധ്യക്ഷയാണ്. 2ഉം 4ഉം തെറ്റാണ്. അപ്പൊ 1ഉം 3ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരമായി വരുന്നത്. 1, 3 മാത്രം ശരി. അടുത്ത് നോക്കിക്കേ, പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ്? ഓപ്ഷന്റെ കാര്യം പോലും നമുക്കില്ല. മുഹമ്മദ് അജ്മൽ, ഷൈനി വിൽസൺ, അഞ്ജു ബോബി ജോർജ്, PT ഉഷ. ആരാടെ? ഇവിടെ നമുക്കൊന്നും പറയാനില്ല. ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത PT ഉഷ അല്ലേ? PT ഉഷ, ഷൈനി വിൽസൺ. ഒളിമ്പിക് സെമി ഫൈനലിൽ എത്തുന്ന ആദ്യത്തെ വനിത ഷൈനി വിൽസൺ. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, രാമായണം ആട്ടക്കഥ രചിച്ചതാര്? ഉണ്ണായി വാര്യർ, കോട്ടയത്ത് തമ്പുരാൻ, കൊട്ടാരക്കര തമ്പുരാൻ, ധർമ്മരാജ. ആരാടെ രാമായണം ആട്ടക്കഥ രചിച്ചത്? നമ്മൾ കഥകളിയുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കുന്നതാണ്. കഥകളി, കൂടിയാട്ടം, കൂത്ത്, ചാക്യാർ കൂത്ത്, ഈ വക സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതിൽ നിന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. രാമായണം ആട്ടക്കഥ രചിച്ചത് കോട്ടയത്ത് തമ്പുരാനാണ് അല്ലെ? കോട്ടയത്ത് തമ്പുരാനാണ് രാമായണം ആട്ടക്കഥ രചിച്ചത്. കേരള നടനം എന്ന കലാരൂപത്തിന്റെ
ഉപജ്ഞാതാവ്? കേരള നടനം. ഗുരു ഗോപിനാഥ്, ജയദേവൻ, ഷീബ കൃഷ്ണകുമാർ, മാനവേദൻ രാജ. ഗുരു ഗോപിനാഥ് നടന ഗ്രാമമുണ്ടല്ലേ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ. എന്തിനു വേണ്ടിയിട്ട്? കേരള നടനത്തിന് വേണ്ടി. കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഗുരു ഗോപിനാഥ് അല്ലേ. ഓപ്ഷൻ എ ഗുരു ഗോപിനാഥ് ആണ് കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ്. കൃത്യമായിട്ടും ഇതൊക്കെ പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം നോക്കിക്കേ. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? കേരള ഒളിമ്പിക് അസോസിയേഷൻ. ഇതൊരു കറണ്ട് അഫയേഴ്സുമായിട്ട് നമുക്ക് എടുക്കാം. ഒളിമ്പിക്കുമായി നമുക്ക് സ്പോർട്സുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാവുന്നതാണ്. ഓപ്ഷൻ എ യു ഷറഫ് അലി, ബി പി ടി ഉഷ, സി വി സുനിൽകുമാർ, ഡി ക്രിസ്റ്റി കോവൻട്രി. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരാൻ കാരണം നമ്മൾ കുറച്ചുപേരെങ്കിലും പി ടി ഉഷയിലേക്ക് പോകും. പി ടി ഉഷ എന്താണ്? ഇന്ത്യൻ ഒളിമ്പിക്സ് കമ്മിറ്റി. ഇന്ത്യൻ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ എന്താണ് പ്രസിഡന്റ് ആണ്, അധ്യക്ഷയാണ് ആര്? നമ്മുടെ പി ടി ഉഷ. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ അധ്യക്ഷയാണ് നമ്മുടെ പി ടി ഉഷ. യു ഷറഫ് അലി എന്തായിരുന്നു? നമ്മുടെ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് യു ഷറഫ് അലി. യു ഷറഫ് അലിയെ വളരെ റീസെന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. യു ഷറഫ് അലി സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ അധ്യക്ഷൻ, പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ്. ക്രിസ്റ്റി കോവൻട്രി നമ്മൾ പറഞ്ഞു, നമ്മുടെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് ക്രിസ്റ്റി കോവൻട്രി. അപ്പൊ ഇവിടുത്തെ ഉത്തരം നമ്മൾ ക്ലിയർ ആണ്. ആരാണ്? വി സുനിൽകുമാർ. നിലവിലും അദ്ദേഹം തന്നെയാണ്. വി സുനിൽകുമാർ ആണ് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ അധ്യക്ഷൻ. യു ഷറഫ് അലി നമ്മുടെ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയിട്ടുണ്ട്. നിലവിൽ നമ്മുടെ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ അധ്യക്ഷൻ വി പി സാനു ആണ്. ആരാണ്? വി പി സാനു. എം കെ സാനു അല്ല, വി പി സാനു. ആരാണ്? വി പി സാനു ആണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ അധ്യക്ഷൻ. ആരാണ്? വി പി സാനു. അടുത്ത ചോദ്യം നോക്കിക്കേ. അപ്പൊ ഇത് 54/2025 ചോദ്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത്? സംഗീതം, നൃത്തം, സാഹിത്യം, ചിത്രകല. ഏതാണ്? അപ്പൊ നമുക്ക് പത്മഭൂഷൺ, പത്മവിഭൂഷൺ, പത്മശ്രീ ഇതൊക്കെ PSCക്ക് ഇഷ്ടമുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്കൊന്നും പറയാനില്ല, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഏത് മേഖലയെന്ന് ചോദിച്ചാൽ ഏതാണ്? നൃത്തമാണ്. നൃത്തവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കുമുദിനി രജനീകാന്ത് ലഖിയ. പഠിച്ചു വെക്കുക. ഇത് വീണ്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2026 പത്മവിഭൂഷൺ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ ഒന്ന് റിവിഷൻ ചെയ്ത് സെറ്റ് ആക്കി വെക്കുക. 2025 നടന്ന IPL ക്രിക്കറ്റ് ലീഗിൽ തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ശ്രദ്ധേയനായ മലയാളി ക്രിക്കറ്റ് താരം ആരായിരുന്നു? 2025 നടന്ന IPLന്റെ 18ാമത് എഡിഷൻ 19ാമത്തെ ഉടനെ ആരംഭിക്കാൻ പോകുന്നു. വിഷ്ണു വിനോദ്, വിഘ്നേഷ് പുത്തൂർ, സച്ചിൻ ബേബി, ഭാസിൽ തമ്പി. നമ്മൾ പലരും ആവേശകരമായി നമ്മുടെ TV ഇരുന്ന് കണ്ട ഒരു കളിയാണ് 2025 IPL. ഇതിന്റെ ഉത്തരം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ വന്നു കഴിഞ്ഞു എനിക്കറിയാം. ആരാടെ? നമ്മുടെ വിഘ്നേഷ് പുത്തൂർ അല്ലേ. ഓപ്ഷൻ ബി വിഘ്നേഷ് പുത്തൂർ ആണ് 2025 IPL തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയ മലയാളി ക്രിക്കറ്റ് താരം. ആരാണ്? വിഘ്നേഷ് പുത്തൂർ. അപ്പൊ ഇതുപോലെ നിങ്ങൾ സഞ്ജുവിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. നമ്മുടെ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യ വീണ്ടും നേടിയിരിക്കുന്നു നമ്മുടെ സഞ്ജുവിന്റെ പിൻബലത്തിൽ. അപ്പൊ സഞ്ജു സാംസനെ പറ്റി A to Z കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന വണ്ണം നമ്മുടെ PYQs വരുന്നത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ PYQസും അതുമായി ബന്ധപ്പെട്ട വസ്തുതകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്